ഹായ്. നമ്മളിനി ഡിസ്കസ് ചെയ്യുന്ന ഏതാ? നോ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ. അതിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈച്ച് കോവഞ്ചേഴ്സ് കീപ് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ. മൂന്നാമത്തെ കേസ് ഏതാ? ഓൺ ട്രാൻസാക്ഷൻ. ഓക്കെ അല്ലേ? അവനവൻ്റെ മാത്രം ചെയ്യുന്നതാണ് ഇത് ഓൺ ട്രാൻസാക്ഷൻ. ഇതാണെങ്കിൽ ഓൾ പറയുമ്പോൾ ആരെ, ഞാൻ ഒരു കോവെഞ്ചറാണ്, എൻ്റെ അപ്പുറത്തുള്ള കോവെഞ്ചർ ആരാണ്? അമലാണ്. ഞാൻ അമലിൻ്റെയും എൻ്റെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അമലിൻ്റെയും എൻ്റെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഓക്കെ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് 3 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാ. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, 2 എവിടെയാണ്? സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു അക്കൗണ്ട്? ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്, കോവെഞ്ചേഴ്സ് അക്കൗണ്ട്, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ഇവിടെ ഏതൊക്കെ അക്കൗണ്ട് ഉള്ളത്? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടും പിന്നെ ഏതാ? കോവെഞ്ചേഴ്സ് അക്കൗണ്ടും. ഓക്കെ അല്ലേ? തിയറി ഇല്ലേ? ചാർജിങ്ങില്ല, തിയറി ഇല്ലേ നിങ്ങളുടെ കയ്യിൽ? ഓക്കെ, വായിക്കൂ. എന്താ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്? എന്താ പറഞ്ഞത്? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പറയൂ. ദിസ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. സൂപ്പർ അല്ലേ? നോമിനൽ അക്കൗണ്ടാണ്. എന്താ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. പ്രിപ്പയർഡ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഔട്ട് ഓഫ് ദ ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് കിട്ടിയത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓൾ എക്സ്പെൻസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ സെയിൽസ് ഓർ റവന്യൂ കളക്ഷൻ വിൽ ബി ക്രെഡിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. പ്രോഫിറ്റോ ലോസോ ഉണ്ടാവും, അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഓൺ പ്രോഫിറ്റ് ആണെങ്കിൽ അതെവിടെ കാണിക്കും? P&L അല്ലേ? ആൻഡ് അതർ കോവെഞ്ചർ ആണെങ്കിൽ അയാളുടെ റെസ്പെക്റ്റീവ് ഷെയർ അയാളുടെ കോവെഞ്ചർ അക്കൗണ്ടിൽ കാണിക്കും. നമ്മൾ ചെയ്ത് ഓർക്കുന്നില്ലേ? കൃഷിൻ്റെ എമൗണ്ട് ടു P&Lലേക്കും ഇനി ബാക്കിയുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആരുടെ പോർഷൻ, ആരുടെയാണ്? ദുർഗയുടെ അക്കൗണ്ടിലേക്കും പോകും. അതെ, നമ്മൾ കണ്ടതാണ്, ഒരു കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഓക്കെ, യെസ്. സാർ എന്തേ ഇത്രയും സ്പീഡിൽ പറയുന്ന തിയറി എന്ന് വിചാരിക്കുമല്ലോ. കാരണം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തൊട്ട് മുൻപേ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ. കോവെഞ്ചേഴ്സ് അക്കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. ദിസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റ് ഫോർ ഓൾ കോൺട്രിബ്യൂഷൻ മണി, സ്റ്റോക്ക് മെയ്ഡ് ഓർ അതർ കോവെഞ്ചേഴ്സ് ദെയർ ഷെയർ ഓഫ് ജോയിൻറ്റ് വെഞ്ചർ പ്രോഫിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? നമ്മൾ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവില്ലേ? അവർ ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്, അവർ ഗുഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അവരുടെ ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലേ? ബൈ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതും. യെസ്. പിന്നെ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? ഡെബിറ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? സെയിൽസ് പ്രൊസീഡ് ഡയറക്ട്ലി റിസീവ്ഡ് ബൈ ദം. അവരെന്ത് ചെയ്യണം? സെയിൽ ചെയ്തിട്ട് പൈസ അവർക്ക് കിട്ടിയെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. വൈ? നമ്മുടെ ഫണ്ട് അവരേത്തുണ്ട് എന്ന കോൺസെപ്റ്റിൽ. ഓക്കെ. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക തന്നെ. ദിസ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് കംപ്ലീഷൻ ഓഫ് ജോയിൻറ്റ് വെഞ്ചർ ബൈ പേയിങ് ഓർ റിസീവിങ് ദ നെറ്റ് എമൗണ്ട് ഡ്യൂ ടു ഓർ ഫ്രം അതർ കോവെഞ്ചേഴ്സ്. ചിലപ്പോൾ പേയ്മെൻറ്റ് നടത്താനാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യാനാവും. പേയ്മെൻറ്റ് നടത്താണെങ്കിൽ കോവെഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതും. റിസീവ് ചെയ്യണമെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു കോവെഞ്ചേഴ്സ്. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? എൻട്രീസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ഓൾറെഡി കൺസെപ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. ഇനി നമുക്ക് DP2 ഡയറക്റ്റ് എന്ത് ചെയ്യാം? പ്രവേശിക്കാം. ഒന്ന് വായിച്ചു നോക്കൂ. നോക്കാം. ആരൊക്കെയാണ് കോവെഞ്ചേഴ്സ് ആയിട്ടുള്ളത്? അനിലുണ്ട്, ഭരതും. ജോയിൻറ്റ് വെഞ്ചർ അവരുടെ റേഷ്യോ വന്നിട്ടുണ്ട് ഏതാണ്? 5:3. ഫോർ ആൻ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കാണ് അവർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ വലിയൊരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്ക് കിട്ടി. ഇപ്പോൾ എടപ്പാൾ എന്ത് ചെയ്യണം? ഫോറം മാൾ പറഞ്ഞിട്ട് പുതിയ മാള് വരുന്ന സമയത്ത് വലിയ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കാണ് കിട്ടിയത്. അത് ഒരാൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, വലുതല്ലേ, റിസ്ക് കൂടും. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു 4 ഇൻറ്റീരിയേഴ്സ് കൂടിയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്തു? ഒരു കോവെഞ്ചർ ഉണ്ടാക്കി, ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കി. നമ്മുടെ എക്സാമ്പിളിൽ 4 ആരാ? പവർ ഹാസ് ഗോൺ. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അവിടെ, പിന്നെ കുഴപ്പമില്ല. ഇൻറ്റീരിയർ ഡെക്കറേഷൻ ബിഹാഫ് ഓഫ് സൂപ്പർ ബിൽഡേഴ്സ്.
അപ്പോൾ ഇത് സൂപ്പർ ബിൽഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, സൂപ്പർ ബിൽഡേഴ്സിന് എന്ത് ചെയ്യണം, ഇൻറ്റീരിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്കൈ എന്ത് പറഞ്ഞ പോലെ എന്താണ്, ഫോറം മാൾ പറഞ്ഞ പോലെ ഇവിടെ ഏതാണ്, സൂപ്പർ ബിൽഡേഴ്സാണ്. കോൺട്രാക്റ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 48 ലക്ഷം റുപ്യാണ് അവർ കോൺട്രാക്റ്റ് വാല്യൂ പറഞ്ഞില്ല. ഈ കോൺട്രാക്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇവരുടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, സെയിൽസ് അല്ലേ. ഓക്കെ, എപ്പോഴാണ് പെട്ടെന്ന് കിട്ടുമോ പൈസ, ഇല്ല, ഏറ്റവും ലാസ്റ്റ് കിട്ടുള്ളൂ. ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ വർക്ക്. ഫസ്റ്റ് വർക്ക് ഏതാ, ഫസ്റ്റ് എന്താ പറയുന്നത്, അനിലിൻ്റെയും ഭാരതിൻ്റെയും വേറെ തന്നെ തന്നിട്ടുണ്ട്, ഭരത്. കോസ്റ്റ് ഇൻകേർഡ് ബൈ അനിൽ, ഓക്കെ, ഏതൊക്കെ കോസ്റ്റ് ഉള്ളത്, ടിമ്പർ, വുഡ്, പ്ലൈവുഡ്, അറിയാലോ അതൊക്കെ എന്താണ് ആവശ്യമാണ്, ഏതിന്, ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ, ജിപ്സം പ്ലാസ്റ്ററിങ്ങും മറ്റൊക്കെ ചെയ്യാൻ. 13,60,000 രൂപ അനിലും ഭരത് 10 ലക്ഷവും ചിലവഴിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ, യെസ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പിന്നെ അടുത്ത് ഗ്ലാസ് ആൻഡ് ഡെക്കറേഷൻ ഐറ്റംസ്, വേജസ് ഓഫ് വർക്കർ, അങ്ങനെ കുറേ സാധനമുണ്ട്. നമ്മളൊരു കാര്യം പറയട്ടെ, നമ്മളിതിങ്ങനെ ഇയാളുടെ മൊത്തം ചിലവുണ്ട് എടുത്താൽ പോരെ, ടോട്ടൽ അയാളുടെ ചിലവ് എത്ര വരും ഒന്ന് ആഡ് ചെയ്താൽ, ആഡ് ചെയ്ത് പറയും 18,20,000. അതുപോലെ അതെടുത്താൽ പോരെ. അപ്പോൾ നമ്മൾ ആദ്യം ഇൻ ദി ബുക്സ് ഓഫ് ആരെടുക്കണം, അനിലുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ, ഫുൾ ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യും. അനിലിന് എന്തുണ്ടാവും, അനിൽ ചിലവാക്കിയ 18,20,000 അല്ലേ, അതിൻ്റെ ജേണൽ എൻട്രി എന്താ വരിക, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഓക്കെ അല്ലേ, ക്ലിയർ, ബാങ്ക് എന്ന് വെച്ചോളൂ. വലിയ എമൗണ്ടുകളല്ലേ, ഇതൊന്നും പ്രാക്ടിക്കലി ഇത്രയും എമൗണ്ട് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയില്ല. ഓക്കെ അല്ലേ, പറ്റുണ്ടാവും, ഇല്ലീഗലായിട്ടൊക്കെ ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടാവും. ക്ലിയർ. എൻ്റെ ചോദ്യം, അനിലിൻ്റെ ബുക്കിൽ ഭരത് ചിലവാക്കിയ എമൗണ്ട് ടോട്ടലില്ലേ, അത് റെക്കോർഡ് ചെയ്യണോ, വേണം, യെസ്. അതിൻ്റെ കൺസെപ്റ്റ് എന്താ, ഭരത് അനിലിന് വേണ്ടി എന്ത് ചെയ്തു, ചിലവാക്കി. അപ്പോൾ എൻട്രി എന്താ, അത് എക്സ്പെൻസാണ്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ആരെ ക്രെഡിറ്റ് ചെയ്യണം, ഭരതിന്. എൻട്രി എന്താ വരിക, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ഭരത്. ടോട്ടൽ എമൗണ്ട് എത്ര വരും, 10 ലക്ഷം മൊത്തം ആഡ് ചെയ്തിട്ട് എത്ര പറയ്, കിട്ടിയിട്ടുണ്ടല്ലോ, 23,80,000. ഇതിന് എൻട്രി എന്താ പറഞ്ഞ്, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ഭരത്. ഓക്കെ അല്ലേ, നെക്സ്റ്റ് പറയണം, ഞാൻ പറയണം അല്ലേ. അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക് ഭരത് എഗ്രീഡ് ടു ടേക്ക് ഇക്വിപ്മെൻറ്റ്. 2 ലക്ഷം രൂപ വില വരുന്ന ഇക്വിപ്മെൻറ്റ് ആരെടുക്കാമെന്ന് പറഞ്ഞു, ഭരത് എടുക്കാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ. ഞാൻ പറയട്ടെ, ജോയിൻറ്റ് വെഞ്ചറിൽ അസറ്റ് ലയബിലിറ്റി എന്നൊന്നുമില്ല, ഏതുള്ളൂ, എക്സ്പെൻസും പിന്നെ എന്തുള്ളൂ, ഇൻകം ഉള്ളൂ. ക്ലിയർ. ഈ 2 ലക്ഷം രൂപയുടെ ഇക്വിപ്മെൻ്റ് ഇല്ലേ, ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റ് വെഞ്ചറിന് എന്താ ചെയ്ത്, ഡെബിറ്റ്, എക്സ്പെൻസ് ആയി. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇത് ആരെടുത്തുകൊണ്ട് പോവാണ്, ഭരത്. അപ്പോൾ ഭരതിന് കൊടുക്കാനുള്ള പൈസ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ എൻട്രി എന്താ വരിക, ഭരത് അക്കൗണ്ട് അപ്റ്റഡ് ടു ജോയിൻറ്റ് വെഞ്ചർ. സിമ്പിൾ അല്ലേ, ഓക്കെ ആണോ. വൈ ജോയിൻറ്റ് വെഞ്ചർ ക്രെഡിറ്റഡ്, ഇറ്റ്സ് ആൻ ഇൻകം. When asset sold, it's treated as income. When asset purchased, it is treated as expense. Asset purchase ചെയ്യുമ്പോൾ ഇപ്പോൾ എൻട്രി ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റർ ടു, കയ്യിൽ നിന്നാണെങ്കിൽ ക്യാഷ്, മറ്റു വെഞ്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും, ടു കോ വെഞ്ചർ. ഇത്രേ ഉള്ളൂ. ഈ അസറ്റ് ക്യാഷിന് വിറ്റാണെങ്കിൽ എൻട്രി എന്താ വരിക, ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു ജോയിൻറ്റ് വെഞ്ചർ. ഇവിടെ എന്താ, ക്യാഷ് അല്ല, ആരാ, ഭരത് അക്കൗണ്ട് അപ്റ്റഡ് ടു ജോയിൻറ്റ് വെഞ്ചർ. സിമ്പിൾ അല്ലേ, ഓക്കെ അല്ലേ, യെസ്. അടുത്ത്, ദ കോൺട്രാക്ട് വാല്യൂ വാസ് റിസീവ്ഡ് ബൈ ആരാ, അനിൽ. അപ്പോൾ അനിലിന് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു, ഇങ്കാണ്, ഇങ്ക ആയതുകൊണ്ട് ജോയിൻറ്റ് വെഞ്ചറിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കോൺട്രാക്ട് വാല്യൂ പറഞ്ഞാൽ എത്രടാ, 48 ലക്ഷം അല്ലേ, സിമ്പിൾ അല്ലേ എൻട്രി. അപ്പോൾ എൻട്രി എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ജോയിൻറ്റ് വെഞ്ചർ. കഴിഞ്ഞു അല്ലേ. ദ പാർട്ടീസ് ഡിസൈഡഡ് ടു സെറ്റിൽ, കണ്ടാ, ഈ വർക്ക് കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യണം. അപ്പോൾ അനിൽ ചിലപ്പോൾ ഭരതിന് കൊടുക്കാണ്ടാവും, നേരെ തിരിച്ചു ആവാം. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അക്കൗണ്ട് വരച്ച് നോക്കിയാലേ അറിയുള്ളൂ. ജേണൽ എൻട്രി വേണം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, ഭരത് അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് അനിൽ, അതിലിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടും അനിൽ അക്കൗണ്ടും ഇൻ ദി ബുക്സ് ഓഫ് ഭരത്. ഓക്കെ അല്ലേ, ക്ലിയർ.
ഓക്കെ. അപ്പം ഇൻ ദി ബുക്സ് ഓഫ് ആരാണ്? പറയൂ. അനിൽ. എങ്ങനെയൊക്കെയാ ഫസ്റ്റ് എൻട്രി എന്താ? ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഒക്കെ സെറ്റാക്കിയാട്ടാ. പൈസ ആര് ചിലവാക്കും? അനിൽ. എത്ര രൂപ? 18,20,000. എൻട്രി പറയും. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എമൗണ്ട് എത്രയാ? 18,20,000. ഓക്കെ. ഏത് അക്കൗണ്ട് ഉണ്ടാക്കണം? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് വേണം. പിന്നെ ആരെ അക്കൗണ്ട് വേണം? ഭരത് അക്കൗണ്ട് വേണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ മതി, ചെയ്യണ്ട, പിന്നെ സമയം തരാം. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ബാങ്ക് അല്ലേ? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ? യെസ്, അങ്ങനെ ഇമാജിൻ ചെയ്ത് പറയൂ. അടുത്തേതാ? ഭരത് ചെലവഴിച്ചിട്ടുണ്ട്. എത്ര എമൗണ്ട്? 23,80,000 അല്ലേ? എൻട്രി എന്താ വരിക? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഭരത്. ബി എന്ന് എഴുതുന്നു ഷോർട്ടാക്കിയത്. എത്രയാണ്? 23,80,000. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ബി അക്കൗണ്ട് അല്ലേ? 23,80,000. ബിയിൽ അല്ലെങ്കിൽ ഭരതിൽ ബൈ എന്ത് എഴുതണം? ജോയിൻറ്റ് വെഞ്ചർ 23,80,000. ഓക്കെ, യെസ്. അടുത്ത് 2,00,000 രൂപ ഇക്വിപ്മെൻ്റ് ആരെടുത്തു? ഭരതൻ എടുത്തു. ഓക്കെ, ടേക്ക് ഇക്വിപ്മെൻറ്റ് ഓഫ് ₹2 lakh. അപ്പോൾ എൻട്രി എന്താ വരാം? 3. ഭരത് അല്ലേ? ബീസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇതൊരു ഇൻകമാണ്. ടു ഏതാണ്? ജോയിൻറ്റ് വെഞ്ചർ. എമൗണ്ട് എത്ര വരും? 2 lakh. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിൽ എന്ത് എഴുതണം? ബൈ ബീസ് അക്കൗണ്ട് ഭരത്. ഓക്കെ, 2 lakh. ദെൻ ഭരതിൽ എന്ത് എഴുതേണ്ടി വരും? ടു ജോയിൻറ്റ് വെഞ്ചർ 2 lakh. അടുത്തേതാ? കോൺട്രാക്ട് എമൗണ്ട് റിസീവ് ചെയ്തു അല്ലേ? 4. എൻട്രി എന്താ? ബാങ്കിലേക്ക് വന്നിട്ടുണ്ടാവും. ഡെപ്റ്റർ എത്ര? 48 ലക്ഷം. ടു ഏതാ? ജോയിൻറ്റ് വെഞ്ചർ അല്ലേ? അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിൽ എന്ത് എഴുതണം? ബൈ ബാങ്ക്. ഓക്കെ, നമ്മൾ ബാങ്ക് എഴുതി, അതുകൊണ്ട് ബാങ്ക് എഴുതാം. 48 lakh. ഡെബിറ്റ്. പിന്നെ ഏതാ? ക്രെഡിറ്റ്. ഡെബിറ്റ്, ക്രെഡിറ്റ്. കഴിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യേണ്ട സ്റ്റെപ്പ്? ഏത് അക്കൗണ്ട് ആദ്യം ബാലൻസ് ചെയ്യണം? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഓക്കെ അല്ലേ? എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഓക്കെ, ഒന്ന് ബാലൻസ് ചെയ്ത ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഞാൻ പറയട്ടെ. ക്രെഡിറ്റിൽ എത്ര ഉണ്ട് അറിയോ? 48 ലക്ഷവും പിന്നെ 2 ലക്ഷം. അപ്പോൾ എത്ര വരും? 50 ലക്ഷം. അടിച്ച 50 ലക്ഷം അടിച്ചാൽ അതിൽ നിന്ന് ലെസ് ചെയ്യണം. 18,20,000. ലെസ് ചെയ്തോ, ഞാൻ പറഞ്ഞ പോലെ. 18,20,000 മൈനസ് 23,80,000 എത്ര വരും? 8 ലക്ഷം. ഈ 8 ലക്ഷം ഏത് റേഷ്യോയിലാണ് വീതിക്കേണ്ടത്? അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാണ്? 5:3. അപ്പോൾ 2 ആരുടെ? അനിലിൻ്റെ എവിടേക്ക് പോകണം? P&Lലേക്ക് പോകണം. ഓക്കെ അല്ലേ? 2 8 ലക്ഷത്തിൻ്റെ 5:3 അല്ല. അപ്പോൾ എത്ര വരാ? 5 ലക്ഷം വരും. പിന്നെ മറ്റേത് ആർക്ക് കൊടുക്കണം? ബീസിന് കൊടുക്കണം. എത്രയാണ്? 3 ലക്ഷം. സിമ്പിൾ. അപ്പോൾ എൻട്രി കിട്ടി. എന്താ? ഒന്ന് ആലോചിച്ച് നോക്ക്. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L ടു ഏതാ? ബീസ് അക്കൗണ്ട്. 8 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം. അങ്ങനെയാണ് ബിയുടെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? 5 ലക്ഷം എഴുതണം. ഓക്കെ അല്ലേ? ഇനി ബിയുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റിലുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്യും. 23,80,000 പ്ലസ് 5 ലക്ഷം. അല്ല, 5 അല്ല, സോറി, 3 തെറ്റിപ്പോയി. 3 ലക്ഷം. ടോട്ടൽ എത്ര വരും? 26,80,000. അതിന് 2 ലക്ഷം കുറയ്ക്കും. 24,00,000. ഓക്കെ അല്ലേ? ഇത് ഭരതിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. അത് അപ്പം തന്നെ സെറ്റിൽ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാണ്ടെങ്കിൽ എന്താവും? ടു ബാങ്ക് ആയിരിക്കും അല്ലേ? അപ്പം എൻട്രി എന്താ വരുന്നുണ്ടാവുക? ഭരത് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. 6ാമത്തെ ഭരത് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ബാങ്ക്. എമൗണ്ട് എത്ര? 24,80,000. ഓക്കെ അല്ലേ?
ക്ലിയർ? ഇനി ഇതേപോലെ ആരുടെ പ്രിപ്പയർ ചെയ്യണം? ബിയുടെ. ഓക്കെ അല്ലേ? യെസ്. ഇൻ ദി ബുക്സ് ഓഫ് ആരുടെ? ബി. ചെയ്യില്ലേ? ഓക്കെ. ഇത് പ്രൂഫ് എങ്ങനെ പറയാം? എത്രയാണോ ഈ ജോയിൻറ്റ് വെഞ്ചറിൽ കിട്ടിയ പ്രോഫിറ്റ്, എത്ര? 8 ലക്ഷം അല്ലേ? സെയിം തന്നെ എവിടെയും വരും, അവിടെയും വരും. പിന്നെ ഭരത് എന്നുള്ളത് ശ്രദ്ധിക്കും. അനിലിനെ സംബന്ധിച്ചിടത്തോളം ഭരത് എന്തായിരുന്നു? ഒരു ലാബിലിറ്റി ആയിരുന്നു. ഭരതിനെ സംബന്ധിച്ചിടത്തോളം അനിൽ എന്തായിരിക്കും? അസറ്റായിരിക്കും. ആ എമൗണ്ട് എത്ര തന്നെ വരിക? 24,80,000. നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്തു. ഓക്കെ.